ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷു ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വിഷു സ്പെഷ്യൽ ഐറ്റം തന്നെ കാണിച്ചാലോ എന്ന്. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഇലയടയാണ്, സ്റ്റീംഡ് ബനാന ലീഫ് പാൻകേക്ക്. അതിനു വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി, ഒരു 300 ഗ്രാം അരിപ്പൊടി റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളക്കാൻ വെച്ചിരുന്നു. തിളക്കുന്ന വെള്ളമാണ്, ബോയിൽഡ് വാട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്കൊരു സ്പൂണിൻ്റെ പിൻഭാഗം കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചായി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. വെള്ളം അധികമാവാൻ പാടില്ല. നമുക്ക് പിന്നീട് തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കേണ്ടതാണ്. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി കുഴച്ചെടുക്കണം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കൈകൊണ്ട് ഇതിൻ്റെ അട തയ്യാറാക്കാനുള്ള ബാറ്റർ കുഴച്ചെടുക്കാൻ പറ്റൂ. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിനു വേണ്ടിയുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ 200 ഗ്രാം വെല്ലം, ശർക്കര എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി. ഇവയാണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ. ഇനിയൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശു നെയ്യാണ് ഇതുണ്ടാക്കാൻ ഉത്തമം. 2-3 ടേബിൾ സ്പൂൺ പശു നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ചുമന്ന നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയുടെ കൂടെ ബദാമും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള നട്ട്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കിയിരിക്കുന്ന 2 ഏത്തപ്പഴം, ഒരു നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം വഴറ്റിയെടുക്കണം. എന്നാലേ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. നന്നായി വെന്താൽ മാത്രമേ നമുക്കത് അടിച്ചെടുക്കാൻ പറ്റൂ. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് അടിച്ച് നന്നായി സ്മൂത്താക്കി എടുക്കണം, സോഫ്റ്റാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഇത് ഏകദേശം 1 കപ്പോളം വരും. ഇതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എത്ര ചേർത്ത് കൊടുത്താലും ഇതിൻ്റെ സ്വാദ് കൂടാനേ സാധ്യതയുള്ളൂ. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി, ഈത്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇവിടെ ഞാൻ കടയിൽ കിട്ടുന്ന വെള്ളം അതുപോലെ കുറച്ച് പൊടിച്ചെടുത്താണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ കല്ലും ഒന്നും ഉണ്ടാവാറില്ല. സാധാരണ വെള്ളം വാങ്ങിയാൽ കല്ലൊന്നും ഇല്ലാതെ വെള്ളമാണ് എനിക്ക് കിട്ടാറുള്ളത്. ചിലപ്പോൾ നാട്ടിൽ കിട്ടുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലൊക്കെ കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഒന്ന് ചൂടാക്കിയെടുത്ത് ഉരുക്കിയെടുത്ത് അരിച്ച് ചേർക്കണം. അതിലും അധികം വെള്ളം ഉണ്ടാകാൻ പാടില്ല. കുറച്ച് കട്ടിയായിട്ട് തന്നെ ആയിരിക്കണം വെള്ളം ഉരുക്കിയെടുക്കുന്നത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ
നല്ല മണവും അതുപോലെ ഫ്ലേവറും നമുക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടുന്നതായിരിക്കും. നല്ല മണമായിരിക്കും. നെയ്യിൽ കിടന്ന് എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നല്ല മണം കിട്ടുന്നതായിരിക്കും. കുറച്ച് ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ഫില്ലിംഗ് ഒന്ന് തണുക്കാൻ അനുവദിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് പാകത്തിന് നിങ്ങൾക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന പത്തിരിപ്പൊടിയോ അതുപോലെ തന്നെ നൂൽപുട്ടിൻ്റെ പൊടിയോ ഇതിലേക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൈ നനക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി സൈഡിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇലയില്ലാതെയും ഉണ്ടാക്കാം, ഇലയിലും നിങ്ങൾക്ക് 2 രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ വാഴയിലയിലാണ് ഈ അട തയ്യാറാക്കിയെടുക്കുന്നത്. കൈ കുറച്ച് വെള്ളത്തിൽ നനച്ചെടുത്ത് നമുക്ക് ആ ബാറ്റർ ഒന്ന് ഇലയിൽ വെച്ച് പരത്താം. എല്ലാ ഭാഗവും ഈവണായിട്ട് തന്നെ ഇലയിൽ പരത്തി കൊടുക്കാം. നേരിയതായിട്ട് പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചെടുക്കാം, അത് പരത്താൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ അരി പൊടിച്ചെടുത്ത് ഒന്ന് ചെറുതായി വറുത്തെടുത്തും ഉപയോഗിക്കാം. റെഡിമെയ്ഡ് പൊടി ഉപയോഗിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ അരിപ്പൊടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇലയിൽ ആ ബാറ്റർ ഒന്ന് പരത്തിയെടുത്തു. ഇനി നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് ഈവണായിട്ട് ഒരു സൈഡിൽ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തി കൊടുക്കാം. നമ്മൾ ഒരു സൈഡിൽ മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് ഇല മടക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. നമുക്ക് ഇലയൊന്ന് മിഡിലിൽ വെച്ച് മടക്കിയെടുക്കാം. നമ്മുടെ ഇലയട ഇവിടെ ഫില്ലിംഗ് വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ആ സമയത്ത് കുറച്ച് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് ഇലയട സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ഏകദേശം 10-15 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം. ഇടയ്ക്ക് നിങ്ങൾക്ക് തുറന്നു നോക്കി ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നന്നായി വേവിച്ചെടുക്കാൻ അത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇലയട, നേന്ത്രപ്പഴം ചേർത്ത ഇലയട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കൊന്ന് ഇത് തണുക്കാനായിട്ട് അനുവദിക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തു. ഇനി കുറച്ച് സമയം തണുക്കാൻ അനുവദിക്കാം. ഇപ്പോൾ നമ്മുടെ ഇലയട നേന്ത്രപ്പഴവും ഡേറ്റ്സും ഈത്തപ്പഴവും ചേർത്ത വ്യത്യസ്ത രുചിയിലുള്ള സ്റ്റീംഡ് ബനാന കേക്ക് ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇലയില്ലെങ്കിൽ പോലും ഇതേപോലെ തയ്യാറാക്കിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കാനും പറ്റും. ഇലയുടെ ആവശ്യം വേണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഭംഗിയായിട്ടാണ്, എത്ര സോഫ്റ്റായിട്ടാണ് ഇലയട ആക്കിയിരിക്കുന്നത്. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.